എറണാകുളം കാക്കനാട് ഹ്യുണ്ടായി ഷോറൂമിൽ വൻ തീപിടുത്തം. ഫയർഫോഴ്സ് തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്താണ് ഉണ്ടായത്? ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡ് പ്രധാന റോഡിന്റെ സമീപത്തായുള്ള ഈ ഹ്യുണ്ടായിയുടെ ഷോറൂം, കാക്കനാട് ഉള്ള ഹ്യുണ്ടായിയുടെ ഷോറൂമിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ തീപിടിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഷോറൂമിന്റെ സൈഡിലായി തന്നെ സ്പെയർ പാർട്സുകളും ഒപ്പം അത്തരത്തിൽ പഴയ വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകളടക്കം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ ഗോഡൌണിലാണ് തീപിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നിലവിൽ ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റാണ് ഇവിടെ 2 വശത്ത് നിന്ന് തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്നാണ് ഫയർഫോഴ്സ് അധികൃതരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം അരമണിക്കൂറിലധികമായി തീപിടുത്തമുണ്ട്. തീപിടുത്തം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ് ഫയർഫോഴ്സ് അധികൃതർക്കൊപ്പം പോലീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഏകദേശം അരമണിക്കൂറായി തീ അടയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് അധികൃതർ. ഈ ഷോറൂമിൽ സൂക്ഷിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് തീ പിടിച്ചിട്ടുണ്ടോ? ഈ വാഹനങ്ങൾക്ക് തീ പിടിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഫയർഫോഴ്സ് അധികൃതർ ഇങ്ങോട്ടേക്ക് എത്തി തീ നിയന്ത്രണമാക്കാൻ തുടങ്ങിയിരുന്നു. ഈ സമയത്ത് ധാരാളം ജീവനക്കാരുണ്ടായിരുന്നു. ഇത് സർവീസ് സെന്ററിന് ഒപ്പമുള്ള ഷോറൂമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരടക്കമെന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്നാലും ഇപ്പോൾ ഈ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ്. കൂടുതൽ യൂണിറ്റുകൾ ഫയർഫോഴ്സിന് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ജീവനക്കാരെ അടക്കം അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫിനെ അടക്കം എല്ലാവരെയും ഇവിടെ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. തീ പൂർണ്ണമായും അടയ്ക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ വ്യാപിക്കുന്നതിൽ നിന്നും തടയാൻ ഇപ്പോൾ ഫയർഫോഴ്സിന് ശ്രമിച്ചിട്ടുണ്ട്. വീണ്ടും മറ്റൊരു യൂണിറ്റ് കൂടി ഇപ്പോൾ ഫയർഫോഴ്സിന്റെ യൂണിറ്റ് കൂടി മറ്റൊരു വശത്ത് നിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. പ്രധാനമായും ഈ ഗോഡൌൺ ഭാഗത്താണ്, അല്ലെങ്കിൽ ഈ ഷോറൂമിനോട് ചേർന്ന് തന്നെയുള്ള സൈഡിലുള്ള ഒരു ഗോഡൌൺ പോലൊരു ഭാഗമുണ്ട്. അവിടെയാണ് ഈ പഴയ വണ്ടികളുടെ അല്ലെങ്കിൽ സ്പെയർ പാർട്സുകളടക്കം സൂക്ഷിച്ചിരുന്ന ഒരു ഭാഗമാണ്. ഇവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് സുഹൃത്തുക്കൾ ഈ നാട്ടുകാരുമൊപ്പം ഈ ഫയർഫോഴ്സിനൊപ്പം തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. കൂടുതൽ കാറുകൾ അല്ലെങ്കിൽ ഷോറൂമിനകത്തേക്ക് തീ ഇതുവരെ പടർന്നിട്ടില്ല. പക്ഷേ ഈ ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോഡൌണിൽ തീ പിടിക്കുന്ന കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് അടക്കമാണോ എന്ന കാര്യം പോലീസും ഫയർഫോഴ്സും പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ ഫോറൻസിക് വിദഗ്ധരടക്കത്തും ഇവിടെ പരിശോധന നടത്തും. അപ്പോൾ ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കാക്കനാട് ഹ്യുണ്ടായിയുടെ ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. നിതിൻ സേവറാണ് വിവരങ്ങൾ നൽകിയത്.